ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഡോക്ടർമാരുടെ പ്രതിഷേധം. സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ആവശ്യം. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന ആവശ്യവും ഡോക്ടർമാർ ഉന്നയിക്കുന്നു. നാളെ രാവിലെ 6 മണി മുതൽ മറ്റന്നാൾ 6 മണി വരെ സർക്കാർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ OP വാർഡ് ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കും. അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. കാഷ്വാലിറ്റി സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യും, എമർജൻസി സർവീസസ് മെയിൻറ്റെയിൻ ചെയ്യും, ആൻഡ് എസെൻഷ്യൽ സർവീസസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത രോഗികളെ പരിചരിക്കും. ഈ ഒരു രീതിയിലാണ് രാജ്യവ്യാപകമായി ഈ സമര നടപടികളുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. ഇന്ന് KMPGയുടെ നേതൃത്വത്തിൽ PG ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചു. നമ്മൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ നമ്മൾ ശരിക്കും എസ്പെഷ്യലി ഗേൾസ് ദേ ഹാവ് ബീൻ ഗോയിങ് ത്രൂ മെനി മെന്റൽ ടോർച്ചേഴ്സ്. നമ്മുടെ പഠിത്തവും ജീവിതവും ഒക്കെ മാറ്റി വെക്കുന്നത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ നമുക്ക് കരാട്ടയും ഗുസ്തിയും കൂടെ പഠിക്കാൻ പറ്റില്ല. അതും കൂടെ പഠിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. എന്നാൽ മറ്റ് ആശുപത്രികളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇന്ന് PG ഡോക്ടർമാർ മാത്രമാണ് പ്രതിഷേധം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചിട്ടില്ല. പക്ഷേ നാളെ IMA നടത്താനിരിക്കുന്ന സമരം ഇങ്ങനെയാവാൻ ഇടയില്ല. നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.